ഞാൻ MT ജയദേവൻ, ശ്രീ സരസ്വതി വിദ്യാലയ ഊട്ടമ്പലം സ്കൂളിലെ പ്രിൻസിപ്പൽ. വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലേക്കായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് നൽകുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ന്യൂസ് ബുള്ളറ്റിൻ 100ാം എപ്പിസോഡ് കടന്നിരിക്കുകയാണ്. വളരെയധികം അഭിമാനകരവും സന്തോഷകരമായ ഒരു നേട്ടമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ. അത് 100 എപ്പിസോഡുകൾ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും നമ്മുടെ ടെക്നിക്കൽ വിങ്ങിനെയും ന്യൂസ് കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തിച്ചനെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ വ്യക്തികളുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായി നല്ലൊരു ന്യൂസ് ബുള്ളറ്റിൻ നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ ന്യൂസ് ബുള്ളറ്റിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൻ്റെ 25ാം എപ്പിസോഡിൽ VSSC ഡയറക്ടർ സോമനാഥ് സർ ആശംസകൾ അർപ്പിച്ചിരുന്നു. അതിൻ്റെ 50ാമത്തെ എപ്പിസോഡിൽ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധർജി അദ്ദേഹവും ആശംസ അർപ്പിച്ചിരുന്നു. 75ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ അദ്ദേഹവും ആശംസകൾ നൽകിയിരുന്നു. അങ്ങനെ മേൽപ്പറഞ്ഞ പ്രഗത്ഭരായ വ്യക്തികളുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു നാമമായി നമ്മുടെ സ്കൂളും ന്യൂസ് ബുള്ളറ്റിനും മാറിക്കഴിഞ്ഞുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. ഈ സന്തോഷവും ഈ വാർത്തയും നിങ്ങളേവരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും അഭ്യുദയകാംക്ഷികളുമായും പങ്കുവയ്ക്കുക. ഈ ന്യൂസിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഓർമ്മകൾ നമ്മളിലേക്ക് ഓടിയെത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ എടുക്കുന്നൊരു എഫേർട്ട്. കുട്ടികളെടുക്കുന്ന എഫർട്ടിലേക്ക് കൂടെ നിൽക്കുന്ന നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന അനൂപ് സാർ മുതലായ വ്യക്തികൾ കൂടെയുണ്ട്. അവരുടെ ഏവരുടെയും ആ ഒരു നിസ്വാർത്ഥ സേവനം തന്നെയാണ് ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ. ഓരോ ദിവസവും വ്യത്യസ്തമായ ന്യൂസ് കവറേജ് നമ്മൾ ചെയ്യുന്നു. ആ വ്യത്യസ്തങ്ങളായ സ്കൂൾ ന്യൂസുകളിലൂടെയാണ് നമ്മുടെ ആ ഒരു കാര്യം മുന്നേറ്റ് പോകുന്നത്. ആവർത്തന വിരസതയില്ലാതെ ന്യൂസ് കൊടുക്കുന്നു. ഇതൊരു മികച്ച കുട്ടികളുടെ പ്രോഗ്രാമല്ല, കുട്ടികളെ മികച്ചവരാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതാണ് ഈ ന്യൂസ് ബുള്ളറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മികച്ച കുട്ടികളെ കാണിക്കാനുള്ള രീതിയല്ല ഇത്, കുട്ടികളെ മികച്ചവരാക്കി മാറ്റാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മുടെ ന്യൂസ് ബുള്ളറ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറുനാടൻ ന്യൂസ് ചാനൽ, ഈയിടെ മനോരമ ന്യൂസ് ചാനൽ, ഇങ്ങനെ പല ധാരാളം ദൃശ്യമാധ്യമ രംഗത്തെ പല ചാനലുകളുമൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞു. അത്രത്തോളം നമ്മുടെ സ്കൂൾ പോപ്പുലറാണ്. ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന സമിതി, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, രക്ഷാകർത്താക്കൾ, മാതൃസമിതി, ക്ഷേമസമിതി, കുട്ടികൾ, എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ. നമസ്തേ. ഉരുട്ടമ്പലം ശ്രീ സരസ്വതി വിദ്യാലയത്തിലെ ന്യൂസ് ചാനൽ 100ാം എപ്പിസോഡ് പിന്നിടുന്ന ഈ അവസരത്തിൽ നമ്മുടെ +2 വിദ്യാർത്ഥികളാണ് ഇതിന് ആരംഭം കുറിച്ചത്. വളരെ നല്ല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വളരെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ മേഖലയിലുള്ള മന്ത്രിമാർ, ഗവർണർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ഈ എപ്പിസോഡിനെ നമ്മുടെ ന്യൂസ് ചാനലിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഈ സംരംഭം +2 കുട്ടികൾ തുടങ്ങിയ എല്ലാ സ്റ്റാൻഡേർഡിലെയും വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. ഒരു കൂട്ടം അധ്യാപകർ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും സ്കൂളിൽ ശ്രീ സരസ്വതി വിദ്യാലയത്തിൻ്റെ പേരിലുള്ള കടപ്പാട്, നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വിവിധ മേഖലകളിൽ നിന്ന് ആശംസാ പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നു. ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള ശ്രീ സരസ്വതി വിദ്യാലയം ഊരൂട്ടമ്പലം വളരെ നല്ല രീതിയിൽ ഈ ചാനൽ കൊണ്ടുപോകുന്നു എന്നുള്ള വ്യക്തികളുടെ അഭിപ്രായം ഞങ്ങളെ അത്യധികം ആഹ്ലാദഭരിതരാക്കുന്നു. ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തന്ന സമൂഹത്തിനും എല്ലാ രക്ഷകർത്താക്കൾക്കും ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വാർത്താ ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ കൂട്ടുകൈ. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ ഈ സരസ്വതി വിദ്യാലയത്തിലെ ആരംഭകാലം മുതൽ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സരസ്വതി വിദ്യാലയത്തിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നൈതിക മൂല്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ പാഠ്യഭാഗത്തോടൊപ്പം പഠിപ്പിക്കുകയാണ്. കുട്ടികളുടെ സർവതോമുഖമായ വികാസത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ വിദ്യാലയത്തിലെ കുട്ടികൾ വിവിധ മേഖലകൾ പാഠ്യപ്രവർത്തനങ്ങൾക്ക് പുറമെ ഏർപ്പെടുകയും അതെല്ലാം വിജയത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഈ വർഷം ആഗസ്റ്റ് മാസം 16-ാം തീയതി ഈ വിദ്യാലയത്തിലെ ഒരു കൂട്ടം +2 വിദ്യാർത്ഥികൾ
ഒരു വാർത്താ ചാനൽ തുടങ്ങുന്ന കാര്യം പ്രിൻസിപ്പലിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അധ്യാപക ജീവനക്കാരും അവർക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിയപ്പോൾ ഇതൊരു വലിയൊരു വിഷയമായും ഒരു ചർച്ചാ വിഷയമാക്കുവാനും ഇന്ന് സാധിച്ചിട്ടുണ്ട്. ബഹുമാനിയായ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരനും 75ാമത്തെ എപ്പിസോഡ് നമ്മുടെ ഗവർണറും കാണുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഈ കുട്ടികളുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും വിദ്യാലയവും നൽകുന്നുണ്ട്. ഇതിനു വേണ്ടി വളരെയധികം അക്ഷീണം പരിശ്രമിക്കുന്ന എല്ലാവരും കുട്ടികൾക്കും ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി എത്തുന്ന രക്ഷകർത്താക്കൾക്കും എല്ലാം ഞാൻ സഭയുടെ പേരിൽ വിനീതമായ കൂപ്പി സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്തേ. Let's listen to a message given by the most respected Rajiv Chandrasekhar ji. He is the Union Minister of State for Skill Development and Entrepreneurship, Electronics and Information Technology. While we approached him to give a message for our news bulletin, he was extremely happy and he was kind enough to spare his valuable time for us. He not only watched our channel but made some wonderful comments about our news channel. And he was extremely impressed about our media and other technology and children's ability in bringing out innovations. He is a technologically advanced person. That's why he checked each and every aspect of our news bulletin and he made wonderful comments about our wonder-named India because he collected some of the episodes from us. Let's watch the message. Namaskaram to all the viewers of Sri Saraswati Vidyalayam News Bulletin. I am happy to note this initiative of school students to start their own daily news bulletin covering important national, international and regional news. I congratulate the entire team of students and their teachers on successfully completing the 100th episode of this daily news bulletin. I am happy that the power of Digital India is being leveraged by you for sharing important information amongst yourselves and with the world through your YouTube channel. May all of you emerge as informed citizens and strengthen the democratic values that our great nation stands for. Jai Hind. On behalf of Sri Saraswati Vidyalaya Murutambalam and Samiti, we convey our heartfelt thanks to our Honorable Minister Rajiv Chandrasekhar ji. സരസ്വതി വിദ്യാലയത്തിൻ്റെ പുതിയ സംരംഭമായ ഈ ചാനൽ കുട്ടികൾക്ക് വളരെ പ്രയോജനകരവും വിജ്ഞാനപ്രദവും അറിവുകൾ പകർന്നു കൊടുക്കാനൊരു അവസരമായി ഈ ചാനലിനെ കണക്കാക്കപ്പെടുന്നു. പുതുതലമുറയ്ക്കൊരു പ്രചോദനം കൂടിയാണ് ഈ ചാനൽ. നമ്മുടെ കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് ഈ BBC ന്യൂസൊക്കെ വായിക്കുന്ന പോലെ അത്രയും ഫ്ലുവൻസിയിൽ നമ്മുടെ കുട്ടികൾ വായിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. ഇതുവരെയ്ക്കും ഒരു സ്കൂളിലും കുട്ടികൾ ഇതുപോലെ ന്യൂസ് ചാനൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാനും എൻ്റെ മോൾ അവിടെ പഠിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ ചാനൽ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഇതിലൂടെ സ്റ്റുഡൻസിന് നല്ല അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനകം തന്നെ പല പ്രശസ്ത ചാനലുകളിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വരെ നമ്മുടെ ചാനലിനെ കുറിച്ച് ചർച്ചകൾ നടക്കുകയും പല പ്രശസ്തരും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇതൊരു നല്ല പ്രോത്സാഹനമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലെ ഒരു ചാനലുള്ള ഒരു സ്കൂളില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ. ചെറിയ സ്റ്റാൻഡേർഡ് തൊട്ട് വലിയ സ്റ്റാൻഡേർഡ് കുട്ടികളൊരു അതിമനോഹരമായി പ്രവർത്തിച്ചിരിക്കുന്നതിന് പുറകെ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ആദ്യം തന്നെ നല്ലൊരു ആശംസകൾ നേരുകയാണ്. നമ്മുടെ സ്കൂളിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വരുന്ന വാർത്താ ചാനൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ മോൻ്റെ പെർഫോമൻസും ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. അത് 100 എപ്പിസോഡ് ആയാലും വളരെ അഭിമാനം കൊള്ളുന്നു. ഈ ന്യൂസ് റീഡിംഗ് കൊണ്ട് അവരുടെ റീഡിംഗ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ സരസ്വതി വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനലിൻ്റെ 100ാം എപ്പിസോഡ് വിജയകരമായി പൂർത്തിയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സാറിനും മറ്റ് സഹപ്രവർത്തകർക്കും ആശംസകൾ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കഴിവ് വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും ന്യൂസ് ബുള്ളറ്റിൻ കണ്ടിട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് പ്രൊണൗൺസിയേഷൻ കൂടുതൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഇത് ഇനിയും 100 എപ്പിസോഡ്സ് അല്ല, ഇതിലും ഉയരങ്ങളിൽ എത്തണമെന്നാണ് നമ്മൾ ഓരോ രക്ഷകർത്താക്കളുടെ ആഗ്രഹം. ഇതിനു മുമ്പ് പല സ്കൂളിലും വാർത്ത വായിക്കും, അസംബ്ലിയിൽ വാർത്ത വായിക്കുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ മറ്റ് സ്കൂളിലൊന്നും കേൾക്കാതെ പുതിയൊരു രീതിയാണ് ഇങ്ങനൊരു ചാനൽ. അത് കുട്ടികൾ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്നു. അതിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുത്ത ടീച്ചേഴ്സ്,
പ്രിൻസിപ്പൽ, മറ്റ് സമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഈ ന്യൂസിൽ കൂടി മികച്ച രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതിനേക്കാൾ മികച്ച രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കുട്ടികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നത് തന്നെ നമുക്കും അഭിമാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ന്യൂസ് ചാനൽ ഇനിയും ഈ രീതിയിൽ തന്നെ ഇതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീ സരസ്വതി വിദ്യാലയം ഉരുട്ടമ്പലം സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ വാർത്താ ചാനലിന് 100 എപ്പിസോഡ് പിന്നിട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പ്രിൻസിപ്പൽ സാർ, ടീച്ചേഴ്സ്, സീനിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉരുട്ടമ്പലം ശ്രീ സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളുടെ പുതിയ സംരംഭമായ ന്യൂസ് ചാനൽ അതിൻ്റെ 100ാം എപ്പിസോഡ് പിന്നിടുന്ന ഈ അവസരത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജയദേവൻ സാർ, മറ്റ് അധ്യാപകർ, ഈ പ്രോഗ്രാം നന്നായി തന്നെ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ എന്നിവർക്ക് പാരൻസ് എന്ന നിലയിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിൻസിപ്പൽ സാറിനും എല്ലാ അധ്യാപകർക്കും ഇത് നന്നായി അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം എല്ലാ വിജയാശംസകളും നേരുന്നു. ഉരുട്ടമ്പലം ശ്രീ സരസ്വതി വിദ്യാമന്ദിറിലെ കുട്ടികളുടെ വാർത്താ ചാനലായ യൂട്യൂബ് ചാനൽ വളരെയധികം മികവുറ്റതാണ്. കുട്ടികളെ അതിനെ പ്രേരിപ്പിച്ച പ്രിൻസിപ്പൽ സാറിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എൻ്റെ വിജയാശംസകൾ. ഈ ന്യൂസ് ചാനൽ ന്യൂസ് എപ്പിസോഡ് 1000 എപ്പിസോഡ് പിന്നിടാൻ ആശംസിക്കുന്നു. ഇനി ഇതുപോലെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന പുതിയ സംരംഭങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി 1000 എപ്പിസോഡുകൾ പിന്നിട്ട് പോകുവാൻ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. കുട്ടികളിലുള്ള ഒരു കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം. കുട്ടികളുടെ ഉള്ളിലെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ സ്കൂളുകാർ നടത്തുന്ന ഈ സംരംഭം വളരെ വളരെ കുട്ടികൾക്ക് പ്രയോജനമാണ് കൊടുക്കുന്നത്. അതിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. എൻ്റെ മക്കൾ ആ സ്കൂളിലാണല്ലോ പഠിക്കുന്നതെന്നോർത്ത്. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിയത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയാണിത്. എൻ്റെ കുട്ടികൾക്കും ഈ ന്യൂസ് ബുള്ളറ്റിനിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. We are very happy to hear that our school has started an English news channel. It helps my child to improve her pronunciation and make a good progress in communicative English. May God help this news channel to move forward in a positive way. Thank you. കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ന്യൂസ് ചാനൽ ഞാൻ കാണാറുണ്ട്. ഈ ന്യൂസ് ചാനൽ തുടങ്ങാൻ ഇത് സഹായിക്കാൻ വേണ്ടി ശ്രമിച്ച സ്കൂളിനെയും സ്കൂളിലെ അധ്യാപകന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ന്യൂസ് ചാനലിൽ ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും കുട്ടികൾക്ക് പ്രയോജനപ്രദവുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീ സരസ്വതി വിദ്യാലയം ഉരുട്ടമ്പലത്തിൽ നടത്തിവരുന്ന ന്യൂസ് ബുള്ളറ്റിൻ കുട്ടികൾക്ക് വളരെ ഫലപ്രദവും പ്രയോജനപ്രദവുമാണ്. ഇനിയും അത് മുന്നോട്ട് പോയി വലിയ നല്ലൊരു പരിപാടിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. വാർത്താ ചാനൽ ഒത്തിരി ആൾക്കാർ അത് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് കൂടുതലും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും ഒത്തിരി നാൾ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പോകാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രീ സരസ്വതി വിദ്യാലയം കോർഡിനേറ്റ് ചെയ്യുന്ന ന്യൂസ് ചാനൽ 100ാം എപ്പിസോഡ് കഴിഞ്ഞാൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അതിനെങ്കിലും പ്രവർത്തിച്ച പ്രിൻസിപ്പലിനും ടീച്ചർമാർക്കും സീനിയർ വിദ്യാർത്ഥികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിലൊക്കെ അല്ലെങ്കിൽ ഒരു ബിരുദമുള്ള ഒരാൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ അത്രയും വളരെ പെർഫെക്റ്റായിട്ട് കുട്ടികൾ വളരെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് സെപ്പറേറ്റ് ന്യൂസ് ചാനലുണ്ട് അല്ലെങ്കിൽ പിള്ളേർക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടെന്ന്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിള്ളേർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. നാളെ അവർക്ക് എന്തെങ്കിലും രീതിയിലൊരു സഭാസംഭവം മറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ്സുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രാഗൽഭ്യം തെളിയിക്കുകയും കൂടാതെ അവരുടെ വായനയിലൂടെ തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്റ്റേജ് ഫിയർ ഒഴിവാക്കുകയും ചെയ്യുന്നു. വളരെ ശരിക്കും പറഞ്ഞ ഇതൊരു പ്രൊഫഷണൽ ന്യൂസ് മേക്കിംഗ് ആണ്. കുട്ടികൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് വളരെയധികം പ്രചോദനമാണ്. എസ്പെഷ്യലി നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വളരെയധികം പ്രചോദനം ഉണ്ടാകുന്ന ഒന്നാണിത്. അതിലുപരി നമ്മുടെ രക്ഷിതാക്കൾക്ക്, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇത് വളരെയധികം അഭിമാനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്കൂളുകാർക്കും ഒരു മാതൃകയാവട്ടെ. ന്യൂസ് ബുള്ളറ്റിൻ ഞാൻ കാണാറുണ്ട്. അത് കുട്ടികളിൽ നല്ലൊരു ശീലവും അതെല്ലാ കുട്ടികളിലും നല്ലൊരു ഹാബിറ്റും അത് അവർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് നടത്തി വരുന്നത്. ഉരുട്ടമ്പലം ശ്രീ സരസ്വതി വിദ്യാലയത്തിലെ ന്യൂസ് ചാനലിലെ 100ാം എപ്പിസോഡിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ അതിനെ പിന്നിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സാറിനും അതിന് എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്ന അധ്യാപകർക്കും കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം പുതിയ സംരംഭങ്ങളുമായി പ്രിൻസിപ്പൽ സാറിന് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ യൂട്യൂബ് ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ സരസ്വതി വിദ്യാലയ സ്കൂളിലെ പ്രിൻസിപ്പൽ സാർ, അതുപോലെ മറ്റ് അധ്യാപകർ, കുട്ടികൾ, വാർത്ത വായിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഈ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ ഇത്രയും നന്നായി പെർഫോം ചെയ്യിപ്പിച്ച പ്രിൻസിപ്പൽ എം ടി ജയദേവൻ സാർ, ടീച്ചേഴ്സ്, മറ്റ് സമിതി അംഗങ്ങൾ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. Namaste. Welcome to Sri Saraswati Vidyalayam News Bulletin. I am Shiva PS, a 12th standard student of this school. First of all, let us have a gander at the international news. South Africa Health Minister says travel ban over Omicron is unjustified. South Africa's Health Minister Joe Fala said that the reactions in the form of travel bans and measures by several nations, especially those in Europe and the UK, are entirely against WHO's norms and standards. Central team tours flood-hit areas of Andhra as heavy rain lashes few districts. A weather bulletin from the India Meteorological Department, Amaravati, said that south coastal Andhra and Rayalaseema regions are going to witness light to moderate rain or thunder showers at a few places, while heavy to very heavy rainfall is likely to occur at isolated places. Now, let us move on to the state news. IMD warns of isolated rains in Kerala till Monday. India Meteorological Department has predicted isolated heavy rainfall in many places in the state till Monday. Now, order to the school news. Yesterday, a PSC test was conducted at our school. All our arrangements were up to scratch. 2 officials from PSC trained above our school early, and we have made all arrangements to them. And the test was conducted in a neat and proper way. Nearly 400 candidates attended the exam. Those persons were extremely happy about our arrangements. Let's watch the visuals. Shivaji Ganeshan. Villupuram Chinnapalli Shivaji Ganeshan was an Indian film actor and one of the first method actors in India, active during the later half of 20th century. His fame came from his versatility and expressive powers in Tamil cinema. He was the first South Indian film actor who won a Best Actor award in an international film festival, the Afro-Asian Film Festival held in Cairo, Egypt during 1959. Shivaji's legacy of acting is still admired today, also be an influence to many other Indian film actors. Many contemporary actors in South India have confirmed that their acting style were influenced by Ganeshan. He got Padma Shri in 1966 and Padma Bhushan in 1984. Chevalar Award in 22nd April 1995 given by the National Order of Legion of Honor of France. First Indian to get this award. He is the first Indian actor to get Best Actor award from a foreign film festival in 1960. Best Actor in Asia, African continent award at Afro-Asian Film Festival for Veera Pandya Kattabonam. Namaste. Today I'm going to tell some sobriquets. Lady with the Land, Florence Nightingale, Little Crocodile, Napoleon, Maid of Holland, Joan of Arc. Nightingale of India, Sarojini Naidu, Punjab Kesari, Lala Lajpat Roy. Tiger of Mysore, Tipu Sultan. Grand Old Man of India, Dadabhai Naoroji. Iron Man of India, Sardar Vallabhbhai Patel. Master Blaster, Sachin Tendulkar.
For you, Gandhi, heart number for heart. Thank you. Good morning, everybody. I am Anakhaya Nair. I am an Indian student. Today I am going to speak about wild animals. Lion, tiger, elephant, fox, kangaroo, giraffe, gorilla, leopard, and zebra. Thank you. Have a nice day.